ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ആ പറഞ്ഞു കുടുങ്ങിയോ യഥാർത്ഥത്തിൽ? അതൊക്കെ പിൻവലിച്ച പ്രശ്നം കഴിഞ്ഞു. അല്ല എന്ത് പറഞ്ഞു കുടുങ്ങുമെന്ന് ഹിന്ദു MLA, അതേപോലെ ഗുരുവായൂർ ക്ഷേത്രവിരുദ്ധരായിട്ടുള്ള ആളുകൾ എന്തൊക്കെ പറയുമ്പോൾ അത് ഇപ്പോൾ അക്ബർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ UDF-ന്റെ MLA-മാരാണെങ്കിലും ശരി, ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു മണ്ഡലമല്ലേ അത്? ശരിക്കും ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണോ അത്? മുസ്ലിം MLA എന്ന് പറയാം, മുസ്ലിം ലീഗ് MLA എന്ന് പറയാം, ഹിന്ദു MLA എന്ന് പറയുന്നത് എന്താ തെറ്റ്? അങ്ങനെ ഒരു MLA ഉണ്ടോ നമുക്ക്? അല്ല, മുസ്ലിം ലീഗ് MLA അല്ലേ ഉള്ളൂ. മുസ്ലിം ലീഗ് MLA ഉണ്ടല്ലോ, അത് പാർട്ടിയല്ലേ? അത് പാർട്ടിയാ. ഞാൻ പറഞ്ഞ BJP MLA അങ്ങ് പറഞ്ഞാൽ കേസ് വരില്ല. ഇല്ല, ഞാൻ ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരമാണ്. റിലീജിയൻ ഹിന്ദു അല്ല, ഹിന്ദു സംസ്കാരം സുപ്രീം കോടതി പറഞ്ഞു. അല്ല, ഹിന്ദു MLA എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് MLA. മുസ്ലിം MLA എന്ന് പറഞ്ഞാൽ റിലീജിയസ് MLA. ആര് പറയുന്നു? മുസ്ലിം ലീഗ് MLA എന്ന് പറഞ്ഞാൽ പാർട്ടിയല്ലേ? അതെന്താണ് നിങ്ങൾ ആ പറയുന്നത്? മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് സംസാരിക്കാം, മുസ്ലിം ലീഗിന് സംസാരിക്കാം. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഒരു മിനിറ്റ്. വർഗീയത എന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മതപരമായ വർഗീയത. കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിഞ്ച് പിന്നോട്ടില്ല. ഞാൻ ഒരിഞ്ച് പിന്നോട്ടില്ല. എന്നെ തൂക്കിക്കൊന്നാലും പിന്നോട്ടില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തൂക്കിക്കൊല്ലാൻ വരുന്നവരങ്ങ് തൂക്കിക്കൊല്ലട്ടെ, കേസെടുക്കുന്നവർ കേസെടുക്കട്ടെ. ഒരു നിയമവ്യവസ്ഥയോടും തെരഞ്ഞെടുപ്പിനോടുള്ള വെല്ലുവിളിയാണോ? അല്ല, ഞാൻ നിയമത്തിന്റെയും കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നോക്കൂ, അങ്ങ് അന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പാണ്, പക്ഷെ അങ്ങ് ഇപ്പോ പറയുന്നത് സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ്. ഞാൻ എന്ത് പറഞ്ഞു എന്നാ നിങ്ങൾ പറയുന്നത്? ഒരു ഹിന്ദു MLA ഗുരുവായൂരിന് വേണം എന്ന നിലപാട് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും പറയാൻ വന്ന ആളല്ല ഗുരുവായൂർ. ഞാൻ ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചു വരുമ്പോൾ ഞാനങ്ങ് പറയുകയാണിത്. ആ എന്റെ പറച്ചില് എന്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. അതിന് എന്താണോ ഞാൻ ഇന്നലെ പറഞ്ഞത്, എന്താണോ പറഞ്ഞത്, അതിന് ഞാൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് നിൽക്കാതെ ഉറച്ചു നിൽക്കുകയാണെന്നേ. ഒരു മാറ്റവും ഇല്ലാന്നേ. എനിക്കങ്ങനെ ഇടക്കിടക്ക് മാറുന്ന പ്രകൃതിയില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മുസ്ലിം MLA, മുസ്ലിം ലീഗ് MLA, അപ്പൊ ഹിന്ദു ലീഗ് MLA എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നോ? പാർട്ടി പേര് മാറ്റിയാൽ മതി. പാർട്ടിയുടെ BJP പാർട്ടി ഹിന്ദു ലീഗ്, ആക്ച്വലി ഹിന്ദു ലീഗ് പാർട്ടി എന്നാക്കിയാൽ, HLP എന്നാക്കിയാൽ ഗോപാലകൃഷ്ണന് പറയാം ഹിന്ദു ലീഗ് പാർട്ടിയുടെ പ്രതിനിധിയെ വിജയിപ്പിച്ചില്ല കഴിഞ്ഞ ഇത്രയും വർഷമായി. പക്ഷെ ഒരു ഹിന്ദു MLA വിജയിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ കാര്യം കവിയിട്ടു. അപ്പൊ ഒരു കാര്യമുണ്ട്, റിപ്പോർട്ടർ ചാനലിൽ അരുണ ഒരു കാര്യം സമ്മതിക്കണം. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മതപര പാർട്ടിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മത പാർട്ടിയാണ്, മതേതര പാർട്ടിയല്ല. ശരിയല്ലേ? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടി. ന്യൂനപക്ഷം മണ്ണാങ്കട്ട അതൊക്കെ മാറ്റി വെക്കുക, ന്യൂനപക്ഷം ഭൂരിപക്ഷം മാറ്റി വെക്കുക. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. മുസ്ലിം ലീഗ് അപ്പൊ ഒരു മത പാർട്ടിയാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? മുസ്ലിം ലീഗ് പാർട്ടി എന്നുള്ളത് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടങ്ങൾ പാലിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. അതെ, ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യമല്ല, താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അല്ല, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതെ, ഹിന്ദു MLA എന്ന് തന്നെ പറയും. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ എന്താ അതിൽ ഉറച്ചു നിൽക്കുന്നു. നീ ഒന്നും പണയണ്ട, ഒരു മാറ്റവും. തൂക്കിക്കൊല്ലട്ടെ. ശരി, ഈ ഇതിനു ശേഷം ഗുരുവായൂരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിലാണ് അങ്ങ് ആദ്യം സീറ്റ് പ്രതീക്ഷിച്ചത്. അത് സീറ്റ് കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേക്ക് ഒരുപാട് സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂര്. അതിലൊരു നിരാശ ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. അല്ല, കൊടുങ്ങല്ലൂരിന്റെ ഒക്കെ പഴയ കഥയാണ്. ഞാനിപ്പോ ഗുരുവായൂരിനെ കുറിച്ച് പറയാം, നിങ്ങൾ ഗുരുവായൂരിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഗുരുവായൂരിൽ അങ്ങ് വരുമ്പോ കൊടുങ്ങല്ലൂരിൽ കിട്ടാതെ ഒരു സാഹചര്യം വരുന്നു, അങ്ങ് അല്പം പിണക്കത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതെന്തുമാവട്ടെ, പക്ഷേ ഗുരുവായൂരിൽ അങ്ങേക്ക് സീറ്റ് കിട്ടുന്നു. ഗുരുവായൂരിൽ സീറ്റ് കിട്ടി ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വന്ന ഫസ്റ്റ് കോൺഫിഡൻസ് എന്താ? അവിടെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കുന്നു, മേൽപ്പാലം വരുന്നു എന്ന് പറയുന്നു, അവിടെയുള്ള ക്ഷേത്രത്തിന്റെ വികസനത്തിനും ഒക്കെ ഒരുപാട് ക്രമീകരണങ്ങൾ വന്നു എന്നറിയുന്നു. അപ്പൊ അതൊക്കെ അവിടെ ഇറങ്ങുന്ന സമയത്ത് എന്താ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു? എനിക്കൊരൊറ്റ കോൺഫിഡൻസ്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അവിടെ മത്സരിക്കുന്ന ഒരാൾ മതപരമായ, എൻ്റെ ഭാഷയാണ്, നിങ്ങൾക്ക് അത് നിഷേധിക്കാം, മതപരമായ ഒരു പാർട്ടിയുടെ ആളാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? മതപരമായ പാർട്ടി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ പാർട്ടിയുടെ ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലവും ഇല്ല, ഞങ്ങൾക്ക് അമ്പല വിശ്വാസവുമില്ല, ശബരിമലയിൽ മകര വിളക്കിനെ തിരിഞ്ഞു നിന്ന ഒരു നേതാവിൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് വിശ്വാസവും ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല
എന്ന് പറയുന്നവരുടെ പാർട്ടിയാണ്. അപ്പൊ എന്റെ ഓടിപ്പോലെ ഈ രണ്ട് പാർട്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിന്റെ മണ്ണിൽ, ആ പവിത്രമായ മണ്ണിലേക്ക് എത്തിയപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ ഇന്നലെ വരെ ജയിച്ചിട്ടുള്ളവർ ഈ മണ്ണിന്റെ പവിത്രതയെ താല്പര്യമില്ലാത്തവരാണ്. ഒന്ന്, അതുകൊണ്ട് തന്നെ ഗുരുവായൂർ എന്ന് പറയുന്ന അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് സാർ. അവിടെ ഒരു കുടിവെള്ളം കൊടുക്കാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് 50 വർഷമായിട്ടും ഈ കാര്യത്തിൽ ഒരു MLA മാർ, ഞാൻ 50 വർഷത്തെ ചരിത്രം എടുക്കാം, ഈ 50 വർഷത്തെ ചരിത്രത്തിൽ ഗുരുവായൂരിലെ പിലിഗ്രിം സെന്ററിൽ കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നു? അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. നീ ഒന്നും പണയണ്ട. ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പറ്റില്ലല്ലോ. അല്ല, ആദ്യം പറഞ്ഞ എനിക്കൊരു തിരിച്ചൊരു ചോദ്യം. അതെന്നെ ഞാനത് എന്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുരുവായൂരില് മാലിന്യം, ദുർഗന്ധം വമിക്കുന്ന മാലിന്യമാണ് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ. എന്തുകൊണ്ട് അത് പരിഹരിക്കുന്നില്ല? മൂന്നാമത്തെ പോയിന്റ്, കളപത്തില് അഴിമതി, ആനയിൽ അഴിമതി, ആനക്കൊമ്പിൽ അഴിമതി, 32 ആന ചെരിഞ്ഞു, ചോദ്യമില്ല. മറ്റേ കുങ്കുമത്തിൽ അഴിമതി, ചന്ദനത്തിൽ അഴിമതി, ശർക്കരയിൽ അഴിമതി, പഞ്ചസാരയിൽ അഴിമതി, ശർക്കര പായസത്തിൽ അഴിമതി, സകല അഴിമതിയാ. ചോദ്യം ചെയ്യണമെങ്കിൽ ഇതിനെതിരെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിനോട് താല്പര്യമുള്ള, ഏത് ഗുരുവായൂർ ക്ഷേത്രത്തിനോട് താല്പര്യമുള്ള ഒരു MLA ഉണ്ടാവണ്ടേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമാ. ശരി, അപ്പൊ എന്റെ ചോദ്യം, വേളാങ്കണ്ണിയിൽ ഒരു ക്രിസ്ത്യൻ MLA വരണമെന്നും ഡൽഹിയിൽ ജുമാ മസ്ജിദിന്റെ സമീപത്തിൽ മുസ്ലിം MLA വരണമെന്നും പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും? ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ഭക്തിയുള്ള ഒരാൾ വരുന്നത് പോലെ ജുമാ മസ്ജിദിൽ പ്രാർത്ഥിക്കുന്ന ആളെ ജുമാ മസ്ജിദിന്റെ MLA ആവാവൂ, വേളാങ്കണ്ണിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളെ വേളാങ്കണ്ണിയിൽ MLA ആവൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തന്നെ എന്റെ കുഴപ്പമില്ലല്ലോ. ഈ MLA ആയിട്ട് വരുന്നവർക്ക് ഇതിനകത്തൊരു താല്പര്യം വേണമെന്നേ. വേളാങ്കണ്ണിയില് ഞാനായിരുന്നു വേളാങ്കണ്ണിയിലെ MLA എന്ന് വിചാരിക്കുക. വേളാങ്കണ്ണി മാതാവിന്റെ ആ ക്ഷേത്ര, ആ പള്ളിയുടെ, ആ വേളാങ്കണ്ണിയിലെ വിശ്വാസികളുടെ, ആ വേളാങ്കണ്ണി ചർച്ചിന്റെ എല്ലാ കാര്യവും നോക്കാനുള്ള താല്പര്യമുള്ള ആളാണ് ഞാൻ. അതിവിടെ അക്ബറിന് പറ്റൂലേ? അബ്ദുൽ ഖാദറിന് പറ്റൂലേ? പറ്റുന്നില്ല. അതല്ലേ, പറ്റുന്നുണ്ടെങ്കിൽ, അതിനുള്ളിൽ കയറി പറ്റുന്നുണ്ടെങ്കിൽ അഴിമതി നടക്കൂല. അപ്പോ ഗോപാലകൃഷ്ണൻ ഒരു തരിമ്പും പിന്നോട്ടില്ലെന്ന് മാത്രമല്ല, കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗുരുവായൂരിലേക്ക് ഇക്കുറി മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പൊ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാ കേരളത്തിൽ BJP നിർണായക ശക്തിയായിട്ട് മാറുമോ ഇക്കുറി? ഗുരുവായൂരിൽ നിർണായക ശക്തി മാത്രമല്ല, വിജയിക്കും. ഉറപ്പാണ്, 100% വിജയിക്കും. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ ഞങ്ങളെല്ലാം. ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത്